വിവാദങ്ങൾക്കിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ വീട് നാളെ സന്ദർശിക്കും. ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ ആരും എത്തിയില്ലെന്ന ആരോപണത്തിന് പിന്നാലെയാണ് വി ഡി സതീശൻ എത്തുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നാളെ NM വിജയന്റെ വീട്ടിലെത്തും. സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സിനോജ് തോമസ്, മരണം കഴിഞ്ഞ് സഞ്ചയന ചടങ്ങുകൾ കഴിഞ്ഞ് കുറച്ചു നാളുകളായി അവിടെ മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കൾ ആരും എത്തിയില്ല. DCCയിലെ മുതിർന്ന നേതാക്കൾ എത്തിയില്ല. KPCCയിലെ ഒരു നേതാവും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പത്മജയും വിജീഷും നേരത്തെ പരാതി പറഞ്ഞതാണ്. അതിനുശേഷം എത്തുന്നതാവട്ടെ അച്ചടക്ക സമിതിയാണ്. സെറ്റിൽമെന്റിന്റെ കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനിച്ച് ധാരണയായതിനു ശേഷമാണോ പ്രതിപക്ഷ നേതാവ് നാളെ NM വിജയന്റെ വീട് സന്ദർശിക്കാൻ എത്തുന്നത്? പക്ഷേ നാളെ MV ഗോവിന്ദൻ മാഷും NM വിജയന്റെ വീട് സന്ദർശിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇനിയുള്ള രാഷ്ട്രീയ ചലനങ്ങൾ വയനാട്ടിൽ? അരുൺകുമാർ, അതായത് കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് NM വിജയനും മകനും മരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 18-ാം ദിവസമാണ് മരണം നടന്ന് 18-ാം ദിവസമാണ് പ്രതിപക്ഷ നേതാവ് NM വിജയന്റെ വീട്ടിലേക്ക് പോകുന്നത്. NM വിജയൻ എഴുതിയ കത്ത് കുടുംബാംഗങ്ങൾ വി ഡി സതീശന് വായിച്ചു കേൾപ്പിച്ചപ്പോൾ വ്യക്തതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആ വീട്ടിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ K സുധാകരൻ ആ കുടുംബത്തിന് അന്തവും കുന്തവും ഇല്ലെന്ന് പറഞ്ഞതൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു. അതിനുശേഷമാണ് KPCC ഉപസമിതി ആ വീട്ടിലേക്ക് പോകുന്നത്, ഒരു സെറ്റിൽമെന്റ് സംസാരിക്കുന്നത്. കടബാധ്യത KPCC അല്ലെങ്കിൽ പാർട്ടി ഏറ്റെടുക്കാമെന്ന് പറയുകയും പരസ്യ പ്രതികരണം പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുകയും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ തന്നെ എല്ലാ രീതിയിലുള്ള ചർച്ചകൾ നടത്തി എല്ലാം ഒതുക്കി തീർത്തു എന്ന രീതിയിലേക്ക് വന്ന ശേഷം മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ചുരം കയറി വീട്ടിലേക്ക് പോകുന്നത്. നാളെ പ്രതിപക്ഷ നേതാവിന് കൽപ്പറ്റയിൽ ഒരു പരിപാടിയുണ്ട്. അതായത് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം ബന്ധപ്പെട്ട INTUസിന്റെ ഒരു കളക്ടറേറ്റ് മാർച്ചുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ ഭാഗമായി വയനാട്ടിൽ പോവുകയാണ് അദ്ദേഹം. ആ സമയത്താണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതേ വിഷയത്തിൽ വയനാട്ടിൽ പോകുന്നുണ്ട്. നാളെ ബത്തേരിയിൽ രാവിലെ CPM ഇതേ വിഷയത്തിൽ IC ബാലകൃഷ്ണനൊക്കെ തന്നെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നുണ്ട്. അതും ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പമാണ് അദ്ദേഹവും 11 മണിക്ക് നാളെ ഈ വീട്ടിൽ പോകുമെന്ന് പറയുന്നത്. ആ ഘട്ടത്തിലാണ് രാവിലെ 10 മണിക്ക്, അതായത് CPM സംസ്ഥാന സെക്രട്ടറി പോകുന്നതിൻ്റെ 1 മണിക്കൂർ മുൻപേ പ്രതിപക്ഷ നേതാവ് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. രണ്ട് നേതാക്കളും ഈ NM വിജയന്റെ വീട്ടിൽ നാളെ പോയി സന്ദർശിക്കുമെന്ന് അറിയുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവിനോട് കുടുംബാംഗങ്ങൾ NM വിജയന്റെ കടബാധ്യതയെക്കുറിച്ച്, പ്രത്യേകിച്ച് 2 കോടി രൂപയിലധികം കടബാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ പറയുമെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. ഇനി അറിയേണ്ടത് KPCC അധ്യക്ഷൻ എന്ന് ചുരം കയറി NM വിജയന്റെ വീട്ടിലെത്തുമെന്നാണ് അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു സിനോജ് തോമസ്. വൈകിയാണെങ്കിലും പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും NM വിജയൻ എന്ന DCC ട്രഷറുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം.